ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കവർ ചെയ്യുന്നത് ലാസ്റ്റ് പാർട്ടാണ് മൊഡ്യൂൾ 2ൻ്റെ. നമ്മളിന്ന് കവർ ചെയ്യുന്ന 3 പോർഷൻസ് ആണ്. വാട്ട് ഈസ് കാർബൺ ക്രെഡിറ്റ്സ്, കാർബൺ ട്രേഡിംഗ് ആൻഡ് കാർബൺ ഫുട് പ്രിൻറ്റ്, ആൻഡ് വാട്ട് ഈസ് ദ ലീഗൽ പ്രൊവിഷൻസ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഇത്രയും ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് കാർബൺ ക്രെഡിറ്റ്. സോ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊല്യൂഷൻസും അതുപോലെ ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഓസോൺ ഡിപ്ലീഷനൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത ടോപ്പിക് തന്നെ ആയിരിക്കും കാർബൺ ക്രെഡിറ്റ്സ് അല്ലേ. അപ്പോൾ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കതിൻ്റെ ഡെഫിനേഷൻ പറയാം. അതിനെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദി പെർമിറ്റ് ഓർ ലൈസൻസ് അലോ ഹോൾഡേഴ്സ് ടു എമിറ്റ് 1 ton of carbon dioxide gas. So it is a generic term for any tradable certificate or permit representing the right to emit 1 ton of carbon dioxide or the equivalent amount of a different greenhouse gases. അപ്പോൾ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡെഫിനേഷനിൽ. ഇറ്റ് ഈസ് എ പെർമിറ്റ് ഓർ ലൈസൻസ് അലോ ഹോൾഡേഴ്സ് ടു എമിറ്റ് 1 ton of carbon dioxide gas. 1 ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ നമ്മളൊരു ഫാക്ടറി നടത്തുകയാണെങ്കിൽ അതിൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ലൈസൻസിനെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് രീതിയിലുണ്ട്. നമ്മളിപ്പോൾ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ട് എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാമെന്നാണ് കാർബൺ ക്രെഡിറ്റ്സിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. സോ it is a component of national and international attempt to mitigate the growth in concentration of greenhouse gases. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ടിക്കിൾ 17 ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 17 മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് കാർബൺ ക്രെഡിറ്റ് എന്താണെന്ന്. ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് എൻ എമിഷൻ ട്രേഡിംഗ് അപ്രോച്ച്. സോ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 carbon credit equal to reduction of 1 ton of carbon dioxide emission or its equivalent greenhouse gases from a project. അപ്പോൾ നമ്മൾ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഓവർകം ചെയ്തിട്ട് അതിനെ നോർമലൈസ് ചെയ്യാമെന്നാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഇതാണ് കാർബൺ ക്രെഡിറ്റ്. സോ ബേസിക്കലി നമ്മളൊരു ബിസിനസ്സിൻ്റെ കേസിൽ കാർബൺ ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ആർ ക്യാപ്ഡ് ആൻഡ് ദ മാർക്കറ്റ്സ് ആർ യൂസ്ഡ് ടു അലോക്കേറ്റ് ദി എമിഷൻ എമംഗ് ദി ഗ്രൂപ്പ് ഓഫ് റെഗുലേറ്റഡ് സോഴ്സസ്. ഇതിന് ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് റീഫോറസ്റ്റേഷൻ, അതുപോലെ എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് സ്ഥാപിക്കുക. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഒരു ബിസിനസ് മേഖലയിൽ നമുക്ക് കാർബൺ എമിഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ അതിനെ നോർമലൈസ് ചെയ്യാമെന്നാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. ഇതിൽ ക്ലിയർ ആയിട്ട് എന്താണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ കാർബൺ എമിഷൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് കാർബൺ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പനി എ നീഡ് ടു മീറ്റ് ദി എമിഷൻ ക്യാപ്പ് അല്ലേ. കമ്പനി എ ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഇൻവെസ്റ്റ് ആൻ എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് കാർബൺ ഓഫ്സെറ്റ്. അപ്പോൾ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന കമ്പനി വേറൊരു കമ്പനിയിലേക്ക് ഫണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റീഫോറസ്റ്റേഷൻ, റിന്യൂവബിൾ എനർജി, മീത്തേൻ ക്യാപ്ചർ, ഇതുപോലത്തെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കാർബണിൻ്റെ എമൗണ്ട് ബാലൻസ് ആയി പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, തേർഡ് പാർട്ടായിട്ട് കമ്പനി റിസീവ് ദി കാർബൺ ക്രെഡിറ്റ് ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ ക്ലിയർ ആണ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി കുറേ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാൻ കമ്പനി എന്ത് ചെയ്തു, ഒരു പുതിയ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രൊജക്റ്റ് വഴി എങ്ങനെയാണോ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് എംപ്ലോയ് ചെയ്തു. എന്നിട്ട് തിരിച്ച് കമ്പനി എയിലേക്ക് തന്നെ എത്തി അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ്സ് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് കാർബൺ ട്രേഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ തന്നെ കാണാം, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ് അല്ലേ. സോ വളരെ സിമ്പിളായിട്ട് പറയാം നമുക്ക്, കാർബൺ ട്രേഡിംഗ് ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ക്രെഡിറ്റ് ബിറ്റ്വീൻ നേഷൻസ് ഡിസൈൻ ടു റെഡ്യൂസ് ദി എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്.
ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് വിത്ത് ദി 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ. ക്യോട്ടോ പ്രോട്ടോക്കോൾ വെച്ച് തന്നെയാണ് കാർബൺ ക്രെഡിറ്റ് വന്നത്. അതുപോലെ തന്നെയാണ് കാർബൺ ട്രേഡിങ് അല്ലേ. കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് ക്രെഡിറ്റ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് ക്രെഡിറ്റ് ബിറ്റ്വീൻ നാഷൻസ് ഡിസൈൻ ടു റെഡ്യൂസ് ദി എമിഷൻ ഓർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കൺട്രീസ് തമ്മിൽ മ്യൂച്വൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് അലോ കൺട്രീസ് ദാറ്റ് ഹാവ് ഹയർ emission to purchase the right to release more carbon dioxide into the atmosphere from countries that have lower carbon dioxide. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ലോവർ കാർബൺ എമിഷൻസ് ഉള്ള കൺട്രിയും ഹയർ കാർബൺ എമിഷൻസ് ഉള്ള കൺട്രിയും കൂടിയും എന്ത് ചെയ്യാണ്, ഈ കാർബൺ ട്രേഡിങ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇവർ രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് പ്രോസസ്സിനാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ കമ്പനി എയും കമ്പനി ബിയും ഇവിടെ തമ്മിലാണ് കാർബൺ ട്രേഡിംഗ് നടക്കുന്നത്. വളരെ ക്ലിയർ ആണ്. ഈ രണ്ട് കമ്പനിയും കാർബൺ ട്രേഡിംഗ് ചെയ്യും. ഈ കാർബൺ ട്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു കമ്പനിക്ക് മേ ബി CO2 എമിഷൻ കൂടുതലും ഒരു കമ്പനിക്ക് CO2 എമിഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവർ മ്യൂച്വലി എന്ത് ചെയ്യും, ഇപ്പോൾ മേ ബി കമ്പനി എ കമ്പനി ബിയും മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കാർബൺ എമിഷൻസ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആണ് ബേസിക്കലി ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ടോപ്പിക്കാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാം. കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ഡെഫിനേഷൻ പറയാം. എ കാർബൺ ഫുട് പ്രിൻറ്റ് ഈസ് ദി ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ കോസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ഇവൻറ്റ്, ഓർഗനൈസേഷൻ, service or product expressed as carbon dioxide equivalent. So it is a total set of greenhouse gases emission caused by an organization, event, production or person. ഇതിനാണ് നമ്മൾ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇവൻറ്റിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ സർവീസിൽ നിന്നോ പ്രൊഡക്റ്റിൽ നിന്നോ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഫുട് പ്രിൻറ്റ്. അപ്പോൾ കാർബൺ ഫുട് പ്രിൻറ്റ് വഴി നമ്മൾ കംപ്ലീറ്റ്ലി CO2 എമിഷൻസ് കണ്ടുപിടിക്കും ഈ ഓരോ പാർട്ടിൽ നിന്നും അല്ലേ. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാർബൺ ഫുട് പ്രിൻറ്റ്. നിങ്ങൾ കറക്റ്റായിട്ട് പോയിൻറ്റ്സുകൾ വായിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാർബൺ ഫുട് പ്രിൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് 3R കോൺസെപ്റ്റ്. 3R എന്തായിരുന്നു? റെഡ്യൂസ്, റീസൈക്കിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, ഇതായിരുന്നു 3R കോൺസെപ്റ്റ്. സെക്കൻഡ് ആണ് ഡ്രൈവ് ലെസ്, കാറുകളുടെ ഡ്രൈവിംഗ് ഒഴിവാക്കുക. ലെസ് എയർ കണ്ടീഷനിങ് ആൻഡ് ഹീറ്റിംഗ് സിസ്റ്റം. ഫോർത്താണ് ചോയ്സ് ഓഫ് ഡയറ്റ്. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് കാർബൺ ഫുട് പ്രിൻറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, മൊഡ്യൂൾ 2 ലാസ്റ്റ് ടോപ്പിക്കാണ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്തൊക്കെ റൂൾസും എന്തൊക്കെ റെഗുലേഷൻസും എന്തൊക്കെ ലോസ് ഉണ്ടെന്നാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ബേസിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എൻവയോൺമെൻറ്റൽ ലോ പ്രകാരം 3 ബേസിക് ആർട്ടിക്കിൾ വഴിയാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഫസ്റ്റാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 48A ആണ് അടുത്ത് പറയുന്നത്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇതാണ് ആർട്ടിക്കിൾ 48A പറയുന്നത്. ആർട്ടിക്കിൾ 51A ഇതിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എവറി സിറ്റിസൺ ഇൻ ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇതിനാണ് ആർട്ടിക്കിൾ 51A പറയുന്നത്. അപ്പോൾ 3 ആർട്ടിക്കിൾസാണ് പഠിക്കാനുള്ളത്. 3 മേജർ എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻസ് ഉണ്ട്, 4 ബേസിക് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻസ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് വാട്ടർ ആക്ട് 1974, അല്ലെങ്കിൽ പ്രിവെൻറ്റിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് വാട്ടർ പൊല്യൂഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1974 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സെക്കൻഡ് എന്താണ്? എയർ ആക്ട് 1981, പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിങ് ഓഫ് പൊല്യൂഷനെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. തേർഡ് പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, മന്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, May 1986. അതുപോലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986
നവംബർ 1986. അപ്പോൾ ഒരേ വർഷം തന്നെ 2 ലെജിസ്ലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റയർലി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഒരുവിധം ടോപ്പിക്സൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ.